നീ എന്നെ കാത്തിരിക്കുന്നത് കൊണ്ടോ, നീ എന്നിൽ മാത്രം ആശ്രയം വെച്ചിരിക്കുന്നത് കൊണ്ടോ എനിക്കൊന്ന് നിന്നോട് പറയുവാനുണ്ടോ? യേശു ജീവിക്കുന്ന ദൈവം, യേശുവിന്റെ കരം നിന്റെ ജീവിതത്തിൽ വെളിപ്പെട്ടാൽ, യേശുവിന്റെ സാന്നിധ്യം നിന്റെ ജീവിതത്തിൽ ഇറങ്ങി വന്നാൽ ഒരു ശത്രുവിനും നിന്നെ തകർക്കാൻ കഴിയുകയില്ല. തളർന്നു പോകാതെ നീ ഓടുവാൻ തുടങ്ങും. ജീവിക്കുന്നവനായി, ജയാളിയായി ശത്രുവിന് മുൻപിൽ തല ഉയർത്തി നിന്നുകൊണ്ടോ നീ ഒന്ന് വിളിച്ചു പറയും, യേശു ജീവിക്കുന്ന ദൈവം, യേശു ജീവിക്കുന്ന ദൈവം. ഗ്ലോറി ടു ലോർഡ്. ഇന്ന് വിശ്വസിക്കുന്ന ദൈവജനം ദൈവത്തെ ഒന്ന് സ്തുതിച്ചു തുടങ്ങിയാണ്. ഗ്ലോറി 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 ഗ്ലോറി. ഇന്ന് നിങ്ങൾ വന്നതുപോലെ പോവുകയില്ല. ഇന്ന് നിങ്ങൾ പുതുവനം പ്രാപിച്ച് ഉയരുവാൻ തുടങ്ങാം. ഇന്ന് നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം നൽകുന്ന ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കണ്ടു തുടങ്ങുവാൻ തുടങ്ങും. ഈ യേശുവിലേക്ക് നടത്തുവാ, ഈ യേശുവിലേക്ക് ഏൽപ്പിച്ചുകൊടുക. നിന്റെ വിഷയങ്ങൾ എന്തുമായിക്കൊള്ളട്ടെ, വിഷയങ്ങളല്ല പ്രശ്നം, നമ്മൾ എവിടെയായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഒന്ന് ഏൽപ്പിച്ചുകൊടുക്കുക, ഏൽപ്പിച്ചുകൊടുക. ഗ്ലോറി 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 ഗ്ലോറി. ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടേണ്ട, ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടേണ്ട, ആത്മാവിന്റെ സാന്നിധ്യം വെളിപ്പെടേണ്ട. ഗ്ലോറി 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 ഗ്ലോറി. സ്തോത്രം. അന്ധനായ ബർത്തിമായി വഴിയിറങ്ങിയിരിക്കുക. ജന്മന അവൻ അന്ധനാണ്. അവന്റെ ജീവിതത്തിൽ ഈ അന്ധതയിൽ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ ഈ ലോകത്ത് ഒരു ശക്തികൾക്കും കഴിയുകയില്ല എന്ന് ബർത്തിമായി അറിയാം. രണ്ടാമത് അവന്റെ ജീവിതം എന്ന് പറയപ്പെടുന്നത് തെരുവിൽ കൈനീട്ടി യാചിച്ചു ജീവിക്കുന്ന ഒരു ജീവിതം. എന്നാൽ ഈ ബർത്തിമായി എവിടെയൊക്കെ കേട്ടിരിക്കുന്നു, നസ്രയനായ യേശുവിന് എന്റെ അന്ധത മാറ്റാൻ കഴിയും. എന്നാൽ ഈ യേശുവിനെ ചെന്ന് കാണുവാനോ, യേശു കടന്നു പോകുന്ന വഴികൾ കണ്ടെത്തുവാനോ തന്റെ കണ്ണുകൾക്ക് കാഴ്ചയില്ലല്ലോ എന്ന ചിന്ത ഒരുവേള ബർത്തിമായി ആ വഴിയരികിൽ തന്നെ അവനെ തടഞ്ഞു നിർത്തിയിരിക്കാം. എന്നാൽ ഈ ബർത്തിമായി വഴികളിലിരിക്കുമ്പോൾ അവന്റെ കാതുകൾക്ക് ശക്തമായ ഒരു ആരാവാരം കേൾക്കുന്നു. അതോടൊപ്പം തന്നെ അവനൊന്ന് തിരിച്ചറിഞ്ഞു, കടന്നു പോകുന്ന ജനത്തിന്റെ ചലനവും അവരുടെ യാത്രകൾ കൊണ്ട് അവനൊന്ന് തിരിച്ചറിഞ്ഞു. ആ കടന്നു പോകുന്ന ആരെന്നവൻ തിരിച്ചത് നസ്രയനായ യേശുവാണ്. നസ്രയനായ യേശുവാണെന്ന് അവൻ തിരിച്ചറിഞ്ഞപ്പോൾ, അവന്റെ ഉൾക്കണ്ണുകൾ തുറന്നവൻ കാണുവാൻ തുടങ്ങിയപ്പോൾ ഒരു കാര്യം അവൻ വിളിച്ചു പറഞ്ഞു, നസ്രയനായ യേശുവേ, ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ. നസ്രയനായ യേശുവേ, ദാവീദ് പുത്ര.